അല്ല, അത് എന്നെക്കുറിച്ച് ജയറാം രമേശും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ലുങ്കി വാലയാണെന്ന്. പരാമർശം എന്താണ്? അതാ ജയറാം രമേശ് ഒരു വിഡ്ഢിയാണ് അഭിപ്രായം പറഞ്ഞു. ഞാൻ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്? അത് എന്നോടും പറഞ്ഞതല്ലേ. അപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നത്? ഞാൻ എൻ്റെ മുണ്ടെടുക്കുന്നു, ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു. അവരുടെ അഭിപ്രായം. ഇനിയിപ്പോൾ ബ്രിട്ടാസ് ലുങ്കി എല്ലാം മുണ്ടാണെന്നെങ്കിൽ ബ്രിട്ടാസ് ക്ലാരിഫൈ ചെയ്യട്ടെ, ഞാൻ ലുങ്കി എല്ലാം മുണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുണ്ടെടുക്കുമ്പോൾ ലുങ്കി വാല ഞാൻ റേസിസ്റ്റുമായിട്ട് കാണുന്നത്. വിഡ്ഢിത്തരമാണ്, അത്രേ ഉള്ളൂ. പറയുന്ന ആൾക്കാർ വിഡ്ഢിയാണ്, അത്രേ ഉള്ളൂ. ഒരു വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടീൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. ജയറാം രമേശും വിഡ്ഢിയായിരുന്നു, ഈ ലുങ്കിവാല പറഞ്ഞ എംപിയും വിഡ്ഢിയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ആരും എന്തു കഴിക്കുന്നു, എന്ത് മുണ്ടെടുക്കുന്നു, ഏത് പജാമ ഇടുന്നതെന്നാണ് ചോദ്യം. ഇതാണോ രാഷ്ട്രീയം? എത്രയോ പ്രശ്നങ്ങളില്ലേ നമ്മുടെ നാട്ടിന് മുമ്പിൽ? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അല്ല, ഞാൻ പറയാം, ഇത് നമ്മൾ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്, നമ്മൾ ഈ വിവാദത്തിൻ്റെ വാല് പിടിച്ച് ഇങ്ങനെ ഓടുന്ന സാഹചര്യത്തിൽ എനിക്ക് പങ്കെടുക്കാൻ ഒരു താല്പര്യമില്ല. എന്നോട് ചോദിക്കണ്ട, അത് വേണമെങ്കിൽ വേറെ ആരോട് പോയി ചോദിച്ചോളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ സമയം കളയാൻ ഒരു താല്പര്യമില്ല. ഇനി പറയൂ. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുമെന്നുള്ളത് കാണാമെന്നുള്ളതാണ്. നോക്കൂ, നിയമം പാസ്സാക്കിയത് പാർലമെന്റാണ്. വന്ദേ മാതരത്തിന്റെ നിയമം പാസ്സാക്കിയത് പാർലമെന്റാണ്. ഇനിയിപ്പോൾ ആര് ചെയ്യുന്നു നമുക്ക് കാണാം. നാഷണൽ സോങ്, നാഷണൽ ആന്തം പാടാൻ ആർക്കും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇന്ത്യൻസാണ്, ഭാരതീയനാണ്. അപ്പോൾ ഈ നാടിൻ്റെ നാഷണൽ പാട്ടും നാഷണൽ ആന്തം പാടാൻ എന്തിനാണ് വിഷമം? എനിക്ക് ഇതുവരെ ആരും ഒന്നും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. മുസ്ലിം ലീഗിനൊരു വിഷമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, എന്താണ് വിഷമം?